സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. തൂണിലുമല്ല തുരുമ്പിലും അല്ല. എവിടെയാണ് യേശു ഇരിക്കുന്നത്? ഹൃദയത്തിൽ. അവൻ എവിടെയാണ് വസിക്കുന്നത്? യേശുക്രിസ്തു ആരാണെന്നും അവൻ എവിടെ വസിക്കുന്നുവെന്നും അറിയാൻ യെശയ്യാവിന്റെ പുസ്തകം 57-15 വാക്യം വായിക്കാം. നോക്കൂ. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനും. നോക്കുക, ശാശ്വതവാസിയാണ്. എന്താണ് അവന്റെ സ്വഭാവം? ഉന്നതനും ഉയർന്നിരിക്കുന്നവനും പരിശുദ്ധനും ശാശ്വതവാസിയുമാകുന്നു അവൻ. എന്താണ് നിങ്ങൾ യേശുവിനെ കുറിച്ച് ചിന്തിക്കുന്നത്? യേശുവിനെ കുറിച്ച് എന്താണ് വിചാരിക്കുന്നത്? ആ ക്രൂശിൽ ഇങ്ങനെ കിടക്കുന്നതായ ദൈവം, അതാകുന്നു ദൈവമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? യേശുവിന് എന്തുണ്ട്? ഒരു കിരീടം ഉണ്ടോ? ഒരു സിംഹാസനമുണ്ടോ? അവൻ എന്തുകൊണ്ടാണ് അങ്കിയെടുത്ത് രക്തം ഒഴുകി അങ്ങനെ കിടക്കുന്നത് എന്ന് ആളുകൾ വിചാരിക്കാറുണ്ട്. എന്നാൽ ആരാണവൻ? ഉന്നതനാണവൻ, ഉയർന്നിരിക്കുന്നവനാണവൻ, പരിശുദ്ധൻ, ശാശ്വതമായ നിത്യവും വസിക്കുന്ന ദൈവം. ഇന്നലെ വന്ന ദൈവമല്ല യേശു കർത്താവ്. ഇന്നലെ വന്നതായ ദൈവമല്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യ രൂപത്തിൽ അവൻ ഭൂമിയിൽ അവതരിച്ചു എന്നത് ശരിയാണ്. എന്നാൽ അവൻ എന്നു മുതലുള്ള ദൈവമാണ്. ആദി മുതലുള്ളതായ ദൈവം, അന്ത്യനായിരിക്കുന്ന ദൈവം, ആൽഭയായവൻ, ഒമേഗയായവൻ, ഇരുന്നവനും ഇരിക്കുന്നവനും ഞാനാകുന്നു, നിത്യവും ജീവിക്കുന്ന ദൈവമാണവൻ. അവനിവിടെ ഇങ്ങനെ പറയുന്നു. എന്താണ്? വായിക്കൂ. എവിടെയാണ് അവൻ നിവസിക്കുന്നത്? അവൻ ഉന്നതനും പരിശുദ്ധനുമായിട്ട് വസിക്കുന്ന ദൈവമാണ്. എങ്കിലും താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ മനസ്സിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോട്. എവിടെയാണ് അവൻ വസിക്കുന്നത്? ഉന്നതത്തിൽ വസിക്കുന്നവൻ ഇപ്പോൾ എവിടെയാണ് വസിക്കുന്നത്? ഉന്നതനായ ദൈവം, ഉയർന്നിരിക്കുന്നവനായ ദൈവം. എങ്കിലും മനോവിനയമുള്ളവരോട് കൂടെ, താഴ്മയുള്ള ആളുകളോട് കൂടെ ഞാൻ വസിക്കുമെന്ന് പറയുന്നു. എവിടെയാണ്? നാം വിശ്വാസത്തോടുകൂടി താഴ്മയുള്ളവരായി ജീവിച്ചുകൊണ്ട് കർത്താവിനെ നമ്മിലേക്ക് ക്ഷണിച്ചാൽ, അവൻ ശാശ്വതവാസിയായ ദൈവമായിരിക്കുമ്പോഴും, ഉന്നതനായിരിക്കുന്ന ദൈവം ആയിരിക്കുമ്പോഴും, മഹോന്നതനായിരിക്കുമ്പോഴും, അവൻ പരിശുദ്ധനായിരിക്കുന്ന ദൈവമായിരിക്കുമ്പോഴും, അവൻ ഹൃദയം നുറുങ്ങിയതായ അവസ്ഥയിലുള്ളവരുടെ കൂടെ ജീവിക്കുമെന്ന് പറയുന്നു. സ്വർഗം എൻ്റെ സിംഹാസനമാകുന്നു, ഭൂമി പാദപീഠമാകുന്നു എന്ന് പറയുന്ന ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ വസിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ദൈവമക്കളുടെ മുഖത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ട്. യേശുക്രിസ്തുവിനെ അറിയുന്നതായ മക്കളുടെ മുഖത്ത് അതിൻ്റെ ശോഭയുണ്ട്. യേശുക്രിസ്തുവിനെ അറിയുന്ന മക്കളുടെ മുഖത്ത് ശോഭയുണ്ട്. അത് അഴകല്ല. ശോഭയെന്ന് പറയുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ദൈവം കൊടുത്തിരിക്കുന്നതായിട്ടുള്ള വരമാണ്. ശദ്രക്, മേശക്, അബേദ്നെഗോവും ദാനിയേലും പറഞ്ഞു, രാജാവിന്റെ ഭോജനം ഞങ്ങൾക്ക് വേണ്ട, വീഞ്ഞ് ഞങ്ങൾ കുടിക്കുകയില്ല, മാംസം ഞങ്ങൾ ഭക്ഷിക്കില്ല, ഞങ്ങൾക്ക് കായ്കനികൾ മതിയെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഭൃത്യൻ പറഞ്ഞു, മകനേ, നിങ്ങൾ നല്ലവണ്ണം കഴിക്കുകയാണെങ്കിൽ, നല്ലവണ്ണം കുടിക്കുകയാണെങ്കിൽ, നല്ലവണ്ണം ഭക്ഷണം കഴിച്ചാൽ ആരോഗ്യത്തോടെ ഇരിക്കും. എന്നാൽ ശാഖപദാർത്ഥം ഭക്ഷിച്ചാൽ നിങ്ങൾ ക്ഷീണിച്ചു പോയാൽ രാജാവ് എന്നെ വഴക്ക് പറയും. വേണമെങ്കിൽ ഞങ്ങളെ പരീക്ഷിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ട് സാധാരണ ആഹാരം കഴിച്ചു. അവർ തങ്ങളുടെ ശരീരത്തെ വിശുദ്ധിയോടുകൂടി ദൈവത്തിന്റെ ആലയമായിട്ട് കാത്തുപരിപാലിച്ചു. ദേഹത്തെ മലിനമാക്കുന്നതായ വിഗ്രഹാർപ്പിതം ആകട്ടെ, ലഹരി പിടിപ്പിക്കുന്നതായ പാനീയങ്ങളാകട്ടെ കുടിക്കാതെ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തു. 10 ദിവസങ്ങൾക്ക് ശേഷം നോക്കിയപ്പോൾ നല്ലവണ്ണം ഭക്ഷിച്ച ആളുകളുടെ മുഖവും
ഇവരുടെ മുഖങ്ങളും പരിശോധിച്ചപ്പോൾ എങ്ങനെയായിരുന്നെന്നാണ് ബൈബിൾ വായിച്ചാൽ മനസ്സിലാക്കും. 15-ാമത്തെ വാക്യം വായിക്കുക. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചുവന്ന സകല ബാലന്മാരുടേതിലും അഴകുള്ളതും അവർ മാംസപുഷ്ടി ഉള്ളവരും എന്ന് കണ്ടു. വയറ് നിറച്ച് ഭക്ഷിക്കുന്നവരെക്കാൾ ഹൃദയശുദ്ധിയോടുകൂടി അല്പം ഭക്ഷിക്കുന്നവർക്ക് അവരുടെ മുഖത്ത് പുഷ്ടിയുണ്ട്, അവർക്ക് അഴകുണ്ട്, ആരോഗ്യമുണ്ട്. അവരുടെ മുഖത്ത് എന്തുണ്ട്? പുഷ്ടി. ദൈവം തന്നെ സ്നേഹിക്കുന്നവരെ അനുഗ്രഹിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ സമാധാനമുണ്ടായിരിക്കും, മുഖത്ത് പുഷ്ടിയുണ്ടായിരിക്കും. മനസ്സിൽ കോപമുള്ളവരുടെ മുഖം എങ്ങനെയായിരിക്കും? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കോപം വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെയൊന്നും വരില്ലായിരിക്കും. കോപമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? പറയൂ. മരിച്ചുപോയവർക്ക് കോപം വരില്ല, നിങ്ങൾക്കറിയാമോ? കോപിക്കാം, എന്നാൽ കോപം ഒരിക്കലും പാപമല്ല. എന്നാൽ കോപം മനസ്സിൽ സൂക്ഷിക്കുന്നതാണ് പാപം. കോപിക്കുമ്പോൾ പാപത്തെക്കുറിച്ച് അല്ലാതെ മറ്റു വിഷയങ്ങളിൽ കോപിക്കുവാൻ പാടില്ല. എന്താണ്? കോപം വരുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭർത്താവിനാകട്ടെ, ഭാര്യയ്ക്കാകട്ടെ, നിങ്ങളുടെ പിതാവിനാകട്ടെ, കോപത്താൽ ഉറക്കെ സംസാരിക്കുന്നത് നോക്കിയിട്ടില്ലേ? ചില ആളുകൾ ചീത്ത വിളിക്കാനിടയാകും. ആ സമയത്ത് നിങ്ങൾ ഒന്നും മിണ്ടരുത്, കാരണം അവരുടെ കോപം വർദ്ധിക്കുവാനിടയാകും. വേണമെങ്കിൽ തല്ലും കിട്ടും. നിങ്ങൾ ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ വീട്ടിൽ ഒരു കണ്ണാടിയുണ്ടോ? ആ കണ്ണാടി കൊണ്ടുപോയിട്ട് അവരുടെ മുഖത്തിന് നേരെ പിടിച്ചാൽ മതി. കോപം ഉണ്ടാകുന്ന സമയത്ത് അവരുടെ മുഖം എത്രമാത്രം വികൃതമായി പോകുന്നു, അവരുടെ മുഖത്തെ ഞരമ്പുകൾ എങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നു. മുഖത്തിന്റെ ചുളിവുകൾ കാണുമ്പോൾ എന്ന് പറയത്തില്ലേ, അവന്റെ വികൃതമായ മുഖം കാണുമ്പോൾ അവൻ തന്നെ വഴക്ക് നിർത്തുവാൻ ഇടയാകും. എന്താണ്? കോപം വരുമ്പോൾ ഒരു മനുഷ്യന്റെ മുഖം മൃഗത്തിന്റെ പോലെ വികൃതമായി മാറും. പക കാണിക്കുമ്പോൾ, വിദ്വേഷം കാണിക്കുമ്പോൾ. ഹൃദയത്തിൽ കോപമുണ്ടെങ്കിൽ മുഖത്ത് ശോഭ ഉണ്ടാകില്ല. ഹൃദയത്തിൽ കർത്താവ് ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും. ഇന്ന് അനേകം ആളുകൾക്കും രോഗമാണ്, പലവിധമായ വ്യാധികളാണ്. യഥാർത്ഥത്തിൽ രോഗം എന്തുകൊണ്ടാണ് വരുന്നത്? പറയൂ. ഞങ്ങൾക്കെങ്ങനെ അറിയാം? ഞങ്ങൾ ഡോക്ടർമാരാണോ? സൈത്താനാണോ അയച്ചത്? എന്തു വന്നാലും പിശാചിന്റെ മേലിലാണ്. എന്തു പറഞ്ഞാലും പിശാചിന്റെ ശോധനയാണെന്നാണ്. എന്തിനാണ് കുടിക്കുന്നതെന്ന് ഒരുത്തനോട് ഞാൻ ചോദിച്ചു. പിശാചിന്റെ ശോധനയാണ് ദേവദാസ, അതുകൊണ്ടാണ് കുടിക്കുന്നതെന്ന് പറയുന്നത്. ഇനി അടുത്ത തവണ പിശാച് പരീക്ഷിക്കുമ്പോൾ, പിശാചേ മാറിപ്പോകൂ എന്ന് കർത്താവ് പറഞ്ഞില്ലയോ എന്ന് ഞാൻ ചോദിച്ചു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഇതാ വീണ്ടും മദ്യപിച്ചിട്ട് വരുന്നു. എന്തുകൊണ്ട് മദ്യപിച്ചു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറയുന്നു, പിശാച് പരീക്ഷിച്ചതാണെന്ന്. പിശാച് പരീക്ഷിക്കുമ്പോൾ പിശാചെ എന്നെ വിട്ടു പോകൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞ ദേവദാസ ഞാൻ അങ്ങനെ പറഞ്ഞു. അത് പിറകോട്ട് പോയിട്ട് മുൻപിൽ വന്നിട്ട് എന്നെ അവിടുന്ന് തെള്ളിയിടാനിടയെ ചാരായ ഷാപ്പിലേക്ക്. പിറകോട്ട് പോയിട്ട് പിശാച് എന്തു ചെയ്തതാണ്? മുൻപോട്ട് തള്ളിയിട്ടെന്നാണ്. അയ്യോ, എന്തെല്ലാം ഉപായങ്ങളാണ് ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നത് പിശാചിന്റെ മേൽ. കോപവും പാപവുമാണ്. ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മുടെ മനസ്സിന് സമാധാനം ഇല്ല എങ്കിൽ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകുമെന്നാണ്. നമ്മുടെ മനസ്സിന് സംതൃപ്തി ഇല്ല എങ്കിൽ നമുക്ക് പലവിധമായ രോഗങ്ങൾ ഉണ്ടാകും. പഴയകാലത്ത് മനുഷ്യർ ഗ്രാമപ്രദേശത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ, വലിയ വലിയ വീടുകൾ ഉണ്ടായിരുന്നവർക്ക് കറണ്ട് ആവശ്യമില്ലായിരുന്നു, AC ആവശ്യമില്ലായിരുന്നു. മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് അതിൻ്റെ വെളിച്ചത്തിലാണ് അവർ ഇരുന്നത്. 6 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് 7 മണിയാകുമ്പോൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്ന ആളുകളായിരുന്നു. നേരം വെളുക്കുന്ന സമയത്ത് കൊക്കരോക്കോ എന്ന് കോഴി കൂകുന്നതായ സമയത്ത് ആരും അലാറം വെക്കേണ്ടതായ ആവശ്യമില്ല. രാവിലെ എഴുന്നേറ്റ് അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ എഴുന്നേറ്റിട്ട് ദിനചര്യകൾ അവർ പ്രാരംഭിക്കുമായിരുന്നു. ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? പാതിരാത്രിയായാലും കിടന്ന് ഉറങ്ങുകയില്ല, നേരം ഉച്ചയായാലും എഴുന്നേൽക്കുകയുമില്ല. എപ്പോൾ എഴുന്നേറ്റ് മോനെ എന്ന് ചോദിച്ചപ്പോൾ രാവിലെ 11 മണിക്ക് എഴുന്നേറ്റെന്നാണ് പറയുന്നത്. എപ്പോഴാണെന്നാണ്? രാവിലെ 11 മണിക്കാണെന്ന്. എല്ലാ മനുഷ്യർക്കും
സൂര്യപ്രകാശം ആവശ്യമാണ്. വായു എങ്ങനെ ആവശ്യമായിരിക്കുന്നു, വെള്ളം എങ്ങനെ ആവശ്യമായിരിക്കുന്നു, അതുപോലെ സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ വീഴുന്ന സമയത്ത് ഡി വിറ്റാമിൻ നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മുടെ അസ്ഥികൾക്ക് ബലം നൽകുന്നതായ, ശക്തി നൽകുന്നതായ വിറ്റമിനാണത്. അത് മരുന്നിൽ നിന്ന് നമുക്ക് ലഭിക്കുകയില്ല, ആഹാരത്തിൽ കൂടി കിട്ടില്ല, സൂര്യപ്രകാശത്തിൽ കൂടിയാണ് നമുക്കത് ലഭിക്കുന്നത്. അതിരാവിലെ എഴുന്നേൽക്കുന്ന ആളുകൾക്ക്, അതുകൊണ്ടാണ് പഴയ കാലത്ത് ആളുകൾ എഴുന്നേറ്റാൽ ഉടൻ തന്നെ സൂര്യ നമസ്കാരം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നത്. അതായത് അങ്ങനെയെങ്കിലും കുറച്ചു നേരം സൂര്യപ്രകാശത്ത് നിൽക്കട്ടെന്ന് പറഞ്ഞു. എന്താണ്, എന്തെങ്കിലും ഭയപ്പെടുത്തെങ്കിൽ മാത്രമേ നാം അത് അനുസരിക്കുകയുള്ളൂ. ഇന്നത് ചെയ്തില്ലെങ്കിൽ നിനക്ക് കഷ്ടമാകുമെന്ന് പറഞ്ഞാൽ ആളുകൾ അത് തന്നെ ചെയ്യുവാൻ തുടങ്ങും. എന്നാൽ എന്താണ് ഇപ്പോൾ? അതിരാവിലെ എഴുന്നേൽക്കുന്ന ശീലമില്ല, പ്രാർത്ഥിക്കുന്നതായ ശീലമില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അസ്ഥികൾ ബലഹീനമായി പോകുന്നു, അസ്ഥികളിലെ ബലം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് പലവിധത്തിലുള്ള രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു. ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് കാരണം എന്താണ്? നിന്റെ അസ്ഥികൾക്ക്, നിന്റെ ശരീരത്തിലുള്ളതായ വിറ്റമിൻസ് കുറഞ്ഞു പോകുന്നു. ഈ കാലത്ത് പാരാലിസിസ്, സ്ട്രോക്ക് ഉണ്ടാകുന്നു. സാധാരണ പുരുഷന്മാർക്കാണ് സ്ട്രോക്ക് കൂടുതലും ഉണ്ടാകാറുള്ളത്. എന്തുകൊണ്ടെന്നാൽ പുരുഷന്മാർക്കാണ് സമ്മർദ്ദം കൂടുതൽ. എന്താണ്? എന്ന് പറയുമ്പോൾ രക്തം സമ്മർദ്ദം വന്നിട്ട് ഞരമ്പ് പൊട്ടിപ്പോകുവാനിടയാകും. അങ്ങനെ കൈകളിലേക്കും കാലുകളിലേക്കും രക്ത ഒഴുക്ക് വരാതെ അവസാനം പാരാലിസിസ് ആയിട്ട് കിടക്കുവാൻ ഇടയാകും, വീണുപോകുവാൻ ഇടയാകും. എന്നാൽ ഈ കാലത്ത് സ്ത്രീകൾക്ക് പക്ഷപാതം വരുന്നതായിട്ട് നമുക്ക് കാണാം. നിന്റെ കോപം നീ മനസ്സിൽ വയ്ക്കുകയാണെങ്കിൽ, ആങ്സിറ്റി എന്ന് പറയും ഇംഗ്ലീഷിൽ, ഉത്കണ്ഠ. എന്താണ്? ഒരു രീതിയിലുള്ളതായ ടെൻഷൻ എന്ന് പറയത്തില്ലേ, അത് ശരിയായ പദം അല്ല. സ്ട്രെസ്, ഒരു സമ്മർദ്ദം. അതായത് ഉത്കണ്ഠ. എന്താണ് സംഭവിക്കും, എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കുമോ എന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെയൊന്നും നടക്കില്ല, നിന്റെ രക്തം മാത്രം അകത്ത് തെളിച്ചു മറിയും. എന്താണ്? അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, സകലത്തിനും പ്രാർത്ഥനയോടെ അപേക്ഷയോടെ എൻ്റെ അടുക്കൽ നിങ്ങൾ വരിക. മനുഷ്യന്റെ ജീവിതത്തിൽ തീർച്ചയായും കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകും എന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്താകുന്നു? പറയൂ. അത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ കഷ്ടതയാണേ, കഷ്ടതയാണേ, ബുദ്ധിമുട്ടാണേ, ഞെരുക്കമാണേ എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കേണ്ട കാര്യം ഇല്ല. ശരീരമാണെങ്കിൽ തീർച്ചയായും രോഗങ്ങൾ ഉണ്ടാകുവാൻ ഇടയാകും. അയ്യോ എനിക്ക് രോഗം വന്നേ എന്ന് ആകുലപ്പെടേണ്ട. എന്താണ്? ആകുലപ്പെടേണ്ട. വയറുള്ളവന് വിശക്കുമോ? ഇല്ലയോ? വിശക്കും. ക്ഷീണമുള്ളവന് ഉറക്കം വരുമോ? ഇല്ലയോ? ഉറക്കം വരും. ഒരാൾ വിഷമത്തോടെ ഡോക്ടറിന്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, ഡോക്ടർ എനിക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല, എന്താണ് പറ്റിയത്? എനിക്കെപ്പോഴും വിശപ്പുണ്ടാവുകയാണ്. നല്ലതാണ് വിശപ്പുണ്ടാകുന്നത്. അനേകം ആളുകൾ വിശപ്പില്ലാതെ ഭാരപ്പെടുന്നു. എന്നാൽ നിനക്ക് വിശപ്പുണ്ടെങ്കിൽ ആരോഗ്യമാണെന്നാണ് അർത്ഥം. അതല്ല ഡോക്ടർ, എനിക്ക് ഉറക്കം വരുന്ന സമയത്ത് എൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്നു, പിന്നെ കണ്ണടയ്ക്കാതെ കണ്ണു തുറന്ന് നിനക്ക് ഉറങ്ങാൻ കഴിയുമോ? എന്താണ്? ഈ കാലത്തുള്ള മനുഷ്യർക്ക് ഇങ്ങനെയുള്ള പല പല സംശയങ്ങളാണ്. ഈ സംശയം കാരണമാണ് പലവിധമായ രോഗങ്ങളും ഉണ്ടാകുന്നത്. ഭയപ്പെടുകയാണെങ്കിൽ അതുതന്നെ സംഭവിക്കും. നിന്റെ സകല ഭയത്തിൽ നിന്നും നിന്നെ വിടുവിക്കുവാൻ യേശുക്രിസ്തുവിന് കഴിയും. എന്താണ്? ഈ ബിപിയും ഷുഗറും ഒക്കെ പഴയ കാലത്തുള്ള ആളുകൾക്കും ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ ജീവിതത്തിൽ അവർ നല്ലവണ്ണം ആഹാരമൊക്കെ കഴിച്ചിട്ട് മരിക്കുന്ന സമയത്ത് സുഖമായി മരിക്കുമായിരുന്നു. നമുക്കിപ്പോഴും മുതലാണെങ്കിൽ BP ആകുന്നു. ആരാണ് സഹോദരി പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞു. എങ്ങനെ മനസ്സിലായി? എന്തോ എൻ്റെ കയ്യിൽ കൊണ്ട് കെട്ടി പുഷ് എന്ന് വെച്ചു. പുഷ് എന്ന് വെച്ചു. എനിക്ക് BP ഉണ്ട്. അതങ്ങനെ മുകളിൽ കയറിപ്പോയി. ആ മീറ്റർ മുകളിലോട്ട് കാണിച്ചു. അയ്യോ നിങ്ങൾക്ക് BP ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ, അയ്യോ എനിക്ക് BP ആണ്. അങ്ങനെ ടെൻഷൻ അടിച്ച BP കൂടിപ്പോകുവാനിടയായി. എന്താണ്? ഭയപ്പെടരുത് എന്ന് 365 തവണ ബൈബിളിൽ പറയുന്നു. എത്ര തവണയാണ് പറയുന്നത്? അതായത് എല്ലാ ദിവസവും കർത്താവ് പറയുകയാണെന്നാണ്. എന്താണ് പറയുന്നത്? ഭയപ്പെടരുത്. അയ്യോ എനിക്ക് രോഗം വന്നിരിക്കുന്നു. നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ഞാനാകുന്നു. കഷ്ടത വന്നിരിക്കുന്നു. നിന്റെ കഷ്ടതയിൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നവനാണ്. എനിക്ക് എവിടേക്ക് പോകണമെന്ന് അറിയുന്നില്ല. ഞാൻ നിന്റെ കരം പിടിച്ച് നിന്നെ വഴി നടത്തുന്നു. എന്റെ മാതാപിതാക്കൾ മരിച്ചു പോയിരിക്കുന്നു. നിന്റെ മാതാപിതാക്കൾ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ കൈവിടില്ല. എന്റെ മാതാവിന്റെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. പെറ്റതള്ള നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. എന്റെ ഉള്ളം കൈയിൽ നിന്നെ ഞാൻ വരച്ചിരിക്കുകയാണ്. അയ്യോ എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചു കളഞ്ഞിരിക്കുന്നു. യൗവനകാലത്ത് ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയുടെ പക്ഷത്ത് ദൈവമുണ്ട്
നിന്റെ പക്ഷത്ത് ജഡ്ജിയായിട്ട് ഞാനുണ്ട്. നിന്റെ പക്ഷത്ത് നിന്ന് നിന്റെ ഭർത്താവിനോട് ഞാൻ വാദിക്കും. വേദപുസ്തകം വായിക്കുന്നവർക്ക് സകലതും മനസ്സിലാകും. അതുകൊണ്ട് അവർ ചെറിയ ചെറിയ കാര്യത്തിന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒരിക്കലും ഉത്കണ്ഠപ്പെടുകയില്ല, ദുഃഖിക്കുകയില്ല, വിഷമിക്കുകയില്ല. അവർ യേശുവിങ്കലേക്ക് നോക്കാനിടയാകും. എപ്പോൾ ഏത് പ്രശ്നം ഉണ്ടായാലും, ഏതു കഷ്ടത ഉണ്ടായാലും, ഏത് വിഷയത്തിന് നടുവിലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. നമ്മെ നന്നായി അറിയുന്ന ദൈവം ആരാകുന്നു? യേശുക്രിസ്തു. ഈ കാലത്ത് പലരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അമ്മയും അപ്പനും എന്നെ മനസ്സിലാക്കുന്നില്ല. ഇന്നത്തെ യൗവനക്കാർ പറയും, എന്താണ് അവർ ചിന്തിക്കുന്നത്? ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ കരുതുന്നില്ല, ഞങ്ങളുടെ സങ്കടം അവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അപ്പനും അമ്മയും എന്താണ് വിചാരിക്കുന്നത്? ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ജ്ഞാനം ഇല്ല, ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയെന്ന് അവർ തിരിച്ചറിയുന്നതേ ഇല്ല, ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ സ്നേഹിക്കുന്നില്ല, ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ സഹായിക്കുന്നില്ല എന്ന് പരസ്പരം ഇവർ കുറ്റപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുകയാണ്. അല്ലാതെ ദൈവത്തോട് പറയുന്നില്ല. യേശുവിന് സകലരെയും അറിയാം, എല്ലാവരെയും മനസ്സിലാക്കുന്ന ദൈവമാണ്. ഒരു യൗവനക്കാരൻ എങ്ങനെയുള്ള പരിശോധനകളാണ് വരുന്നത്, അവന്റെ ജീവിതത്തിൽ എന്തുണ്ടാകുമെന്ന് യൗവനക്കാരനായി ജീവിച്ച യേശുവിനറിയാം. ഒരു മകൻ എങ്ങനെയാണ് മാതാവിനെ സ്നേഹിക്കേണ്ടതെന്ന് മകനായി ജീവിച്ച് മാതാവിനെ സ്നേഹിച്ചതായി യേശുവിന് അറിയാം. അപമാനം എന്ന് വെച്ചാൽ എന്താണെന്ന് അവന്, നിന്ദയെന്ന് വെച്ചാൽ എന്താണെന്ന് അവന്, ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എത്രമാത്രം സങ്കടമുണ്ടാകുമെന്ന് അവൻ അനുഭവിച്ചത് കൊണ്ട് നമ്മെപ്പോലെ തന്നെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടതിനാൽ അവന് സകലതും മനസ്സിലാക്കുവാൻ കഴിയും. എന്താണ്? യേശുക്രിസ്തുവിനേക്കാൾ അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും ഇല്ല. അവൻ പ്രാണപ്രിയനാണ്. അവനെപ്പോലെ മറ്റാരുമില്ല. എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വായ് തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഞങ്ങളെ നീ ഉപേക്ഷിച്ച് കളയരുത്. എന്നെ സ്പർശിക്കണമേ, എന്നെ നീ രക്ഷിക്കണമേ, എന്നെ നീ അനുഗ്രഹിക്കണമേ. ആ ദിവസം യാക്കോബ് ദൈവത്തിന്റെ മുൻപിൽ പോരാടിയതുപോലെ, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിട്ടുവരികയില്ലെന്ന് പറഞ്ഞതുപോലെ, ഞാൻ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചു, എന്നാൽ ഇപ്പോൾ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കും. ഈ ദിവസം നീ എന്നെ അനുഗ്രഹിക്കണമേ, ഈ ദിവസം നീ എന്നെ അനുഗ്രഹിക്കണമേ. ഇന്നു മുതൽ ഞാൻ ചെയ്യുന്നതെല്ലാം സാധിക്കുവാനിടയാകണം. എന്റെ പരീക്ഷയിൽ ഞാൻ പാസ്സാകണം. എനിക്ക് നല്ലൊരു ജോലി ലഭിക്കണം കർത്താവേ. എന്റെ വിവാഹ കാര്യത്തിൽ നിന്റെ ഹിതം നടക്കണം ദൈവമേ. എന്റെ ജീവിതത്തിലുള്ളതായ കഷ്ടതയെല്ലാം നീ മാറ്റണമേ. എന്റെ ശരീരത്തിലുള്ളതായ രോഗങ്ങളെ ഇപ്പോൾ തന്നെ നീ അഴിച്ചു മാറ്റണമേ ദൈവം. അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുന്നതായി കർത്താവേ, ഇപ്പോൾ തന്നെ നീ എന്നെ തൊടയണമേ. എന്റെ ശരീരത്തിലെ രോഗാവസ്ഥകളെ നീ മാറ്റണമേ. നിന്നെ വിശ്വസിക്കാതെ എന്റെ ശരീരത്തെ ഞാൻ നശിപ്പിച്ചു. ഡോക്ടർമാരെ വിശ്വസിച്ചു, മനുഷ്യരെ വിശ്വസിച്ചു. എന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഒരുപാട് പണം ഞാൻ ചിലവഴിക്കുവാൻ ഇടയായി. മുഴങ്കാലിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല ദൈവമേ. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ. ഇപ്പോൾ ഞാൻ നിലവിളിക്കുന്നു കർത്താവേ. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. നിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യമുണ്ടെന്നുള്ളതായ വിഷയം ഞാൻ വിശ്വസിക്കുന്നു യേശുവേ. വായ് തുറന്നെല്ലാവരും പ്രാർത്ഥിക്കുക. ദൈവം ഒരു അത്ഭുത കാര്യം ചെയ്യുവാൻ പോവുകയാണ്. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ നീ ദർശിക്കണമേ. നിന്റെ സാന്നിധ്യമില്ല എങ്കിൽ, നിന്റെ കൂട്ടായ്മയില്ല എങ്കിൽ ഈ നശ്വരമായ ഈ ലോകത്ത് ഞങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയില്ലപ്പാ. ഈ നിന്ദയും ഈ അപമാനങ്ങളും ഈ രോഗങ്ങളും ഈ വ്യാധികളും ഈ പോരാട്ടങ്ങളും ഈ കലഹങ്ങളും സഹിക്കുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, നിന്റെ ആത്മാവിന്റെ ശക്തി എന്റെ ഹൃദയത്തിലേക്ക് വ്യാപരിപ്പിക്കണമേ. എന്റെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്റെ യേശുക്രിസ്തു എന്നോട് കൂടി ഉണ്ടെന്നുള്ളതായ ധൈര്യം, ആ വിശ്വാസവും തൃപ്തിയും എന്റെ ജീവിതത്തിൽ നീ നൽകണമേ. എന്നാരൊക്കെയാണോ നിന്നോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത്, അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ അത്ഭുത കാര്യങ്ങൾ നീ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.
യേശുവേ 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 യേശുവേ